തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണിക്കെതിരായ UDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയത്തിൽ ഒപ്പിട്ട 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. BJPയും ഭരണകക്ഷിയായ LDFും വിട്ടുനിന്നു. 35 അംഗ കൗൺസിലിൽ 6 കോൺഗ്രസ് അംഗങ്ങൾക്ക് പുറമെ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് സ്വതന്ത്രൻ എന്നിങ്ങനെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. 18 അംഗങ്ങളാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടത്. പ്രമേയത്തിൽ ഒപ്പിട്ട മുസ്ലിം ലീഗ് അംഗങ്ങൾ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് പറഞ്ഞു. അല്ല, അതിനകത്തൊരു ധാരണയുടെ ആവശ്യമില്ല. അവർ UDFിൻ്റെ ഭാഗമാണല്ലോ. അവർ ലീഗിൻ്റെ 6 പ്രതിനിധികളും ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അവരും കൂടെ മുൻകൈ എടുത്താണ് ഈ അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ സാറിൻ്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. വിശ്വാസത്തിൽ പത്രവാർത്ത കണ്ടിരുന്ന വിശ്വാസത്തിൽ അവർ വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ LDFിന് വോട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് UDFിനുള്ളിൽ ഇപ്പോഴും ഭിന്നത തുടരുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രതികരിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, UDFിലുണ്ടായ ചില ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷകളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയം അവിശ്വാസപ്രമേയം ഇന്ന് പുറം കഴിയാതെ പോയിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, UDFിൽ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊടുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDFിലെ ഐക്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിയും. ഈ കൗൺസിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും. മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറിന്റെ പ്രഖ്യാപനവും നടപ്പായില്ല. കോൺഗ്രസ് മുസ്ലിം ലീഗിനിടയിൽ ഭിന്നിപ്പ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ UDFിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാകുമെന്നാണ് സൂചന. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.